Hello. So good evening, Jasim here. Another day, another episode 3, right? സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ട്രേഡിംഗ് എന്താണ്, ട്രേഡിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ്, കുറച്ച് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താണ് സ്പ്രെഡ്, എന്താണ് ലിവറേജ്, എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കറൻസി പെയർസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോട്ട്സ്, മേജർ കറൻസി പെയർസ് ആൻഡ് മൈനേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ യു ഗൈസ് ഹാവ് ബീൻ ഗോയിങ് റിയലി ഗുഡ് ടിൽ നൗ. സോ നമുക്ക് ഇനി മുന്നോട്ടേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പോവാം. ഓക്കെ, സോ ഒരു ഡിഫറെൻറ്റ് ഇൻട്രോ തന്നതാണ്, ജസ്റ്റ് ഫേസ് കാണിച്ചിട്ട്. സോ ഹോപ്പ് ദിസ് ഇസ് ഗുഡ്. താങ്ക് യു. സോ നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാണ്, എന്നിട്ട് നമുക്കിനി ടോപ്പിക്സിലോട്ട് പോവാം. താങ്ക് യു. ഓക്കെ, സോ നമുക്ക് ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളിപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ട്രേഡിങ് തന്നെ പലതരത്തിൽ വരുന്നുണ്ട്, അത് ഓരോന്നായിട്ട് ഇവിടെ എഴുതി കാണിച്ചു തരാം. ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ളതാണ് എന്താണ്, ഇൻട്രാഡേ ട്രേഡിംഗ്. പിന്നെ നമുക്ക് വരുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് എന്താണ്, പൊസിഷണൽ ട്രേഡിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറയാം. ഓക്കെ, പിന്നെ ഇതിലൊന്നും പെടാതെ നമുക്ക് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എഴുതി കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പം സപ്പോസ് ഇന്ന് നിങ്ങളൊരു ട്രേഡ് എടുത്തു, ഇന്ന് രാവിലെ 9 മണിക്കൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, യു ഹോൾഡ് ഇറ്റ് ടിൽ 3 PM. നിങ്ങളതൊരു 3 മണിക്കോ അല്ലെങ്കിൽ 4 മണി വരെ നിങ്ങളത് ഹോൾഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് ഷോയിങ് വാട്ട്, 9 മണിക്ക് എടുത്തു, 4 മണിക്ക് അന്നേ ദിവസം തന്നെ എടുത്തിട്ട് അന്നേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ട്രേഡിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആവാണ്. സോ അങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ ട്രേഡിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി കോൾഡ് ആസ് വാട്ട്, ഇൻട്രാഡേ ട്രേഡിംഗ്. ആ ഒരു ട്രേഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻട്രാഡേ ട്രേഡിംഗ്. അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, സ്വിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു വലിയ ഏരിയ എന്നൊക്കെ പറയുന്നൊരു മീനിങ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു പേരിലൂടെ. ഓക്കെ, സ്വിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സപ്പോസ് നിങ്ങളൊരു 3 ദിവസമോ 4 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒരാഴ്ചയോ ഒക്കെ നിങ്ങളൊരു ട്രേഡ് കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എന്ത് തോന്നി, ഗോൾഡ് ഒരു $3000 നിന്ന് 3250 അല്ലെങ്കിൽ പോട്ടെ ഒരു 3150 3150 എന്ന് പറഞ്ഞൊരു പ്രൈസ് വരെ വിത്തിൻ 2 വീക്സ് കൊണ്ട് 14 ഡേയ്സ് കൊണ്ട് എത്തും എന്നുള്ളൊരു അഷ്വറൻസ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ അവൻ എന്താ ചെയ്യുക, $3000 നിന്ന് ഗോൾഡ് മേടിക്കുന്നു ആൻഡ് ഹീസ് ഹോൾഡിങ് ഇറ്റ് ഫോർ വാട്ട് 10 ട്രേഡിംഗ് ഡേയ്സ്. അതായത് 2 ആഴ്ചത്തേക്ക് അവൻ എന്ത് ചെയ്യാണ്, ആ ട്രേഡ് അവൻ ഹോൾഡ് ചെയ്യാണ്. സോ ദാറ്റ് കുഡ് ബി കോൾഡ് ആസ് വാട്ട്, സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് അടുത്തത് വരുന്നതാണ് സ്കാൽപ്പിങ്ങിനെ പറ്റി പറയാം. ഫസ്റ്റ് സ്കാൽപ്പിംഗ്. ഓക്കെ, ഈ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ഇന്നെടുത്ത് നമ്മൾ ഇന്ന് തന്നെ ഒഴിവാക്കുക. സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വളരെ ഷോർട്ട് പീരീഡിനൊരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, സ്കാൽപ്പിംഗ് എന്ന് പറയാം. ഐ ഡോണ്ട് സജസ്റ്റ് സ്കാൽപ്പിംഗ് ബിക്കോസ് ഐ എം നോട്ട് എ പ്രോ ഇൻ ദാറ്റ്, ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് ആൾക്കാർ അതിൽ പ്രോഫിറ്റബിൾ ആണ്. സോ ഐ കനോട്ട് ഡിസ്കറേജ് ദാറ്റ്, ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ സ്കാൽപ്പിംഗ് ഈസ് ഓൾസോ ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ് ഇൻ ടേംസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾസ് പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, സോ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് റിസ്കിയറാണ്, ബട്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഡ്യൂ ടു എക്സ്പീരിയൻസ് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്കും അതിലും എക്സൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അടുത്തത് വരികയാണെന്നില്ല പൊസിഷണൽ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരും നമ്മളതിനെ വിളിക്കുന്നുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ, ഒരു 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 ഇയർ ഓർ 2 ഇയർ ഓർ 3 ഇയർ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രത്തോളം കാലത്തോട്ട് നമ്മളൊരു ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. നിങ്ങൾ ഒരു ട്രേഡോ ഒരു സ്റ്റോക്കോ മേടിച്ച് വെക്കുകയാണ്. ഓക്കെ, അവിടെ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളത് ഒരുപാട് കാലത്തേക്ക് യു ആർ നോട്ട് ഗോയിങ് ടു ലുക്ക് ഇറ്റ് ടു ഇറ്റ് ബിക്കോസ് യു നോ ഇറ്റ് ഈസ് ഗോയിങ് ടു വേ മോർ ഹയർ ഇറ്റ് സെൽഫ്. അതായത് അത് ഇനിയും മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ട്രേഡ് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യും. സോ ഇതിനെ വിളിക്കുന്ന പേര്, കുറച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് അധിക കാലത്തോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. സോ അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഇതൊക്കെയാണ് എന്ത് വരുന്നത്, മാർക്കറ്റിൽ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് വരുന്നത്. ഇത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മളെ കാലയളവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ സമയം.
അതിൻ്റെ ബേസിസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസാണ് ഈ 4 ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്കാൽപ്പിംഗ്. സോ ഈ 4 എന്ത് നമുക്ക് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ഡയറക്ഷൻ, ഓൺ ദ ബേസ് ഓഫ് ഡയറക്ഷൻ, ഇതാണ് നമുക്കൊന്നും കൂടെ ഇപ്പോൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ലോങ് എന്ന് പറയുമ്പോൾ ബൈ ആണ്, പിന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ടാണ്, പറയുമ്പോൾ സെല്ലാണ്. ഓക്കെ, ഈ ഒരു 2 തരത്തിലാണ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ നമുക്ക് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് വരുന്നത്. ഓക്കെ, ഇതെന്താണെന്നൊന്ന് പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒരു 150 നിന്ന് 180 150 to 180 പോകും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, ഐ ഡ്രോ ആൻഡ് ഷോ. നിങ്ങൾക്കറിയാം പ്രൈസ് ഇവിടെ നിന്ന്, സപ്പോസ് ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നുള്ളത്. ഇവിടുത്തെ പ്രൈസ് എത്രയാണ്? 150 ആണെന്ന് വിചാരിക്കുക. ഇവിടെ പ്രൈസ് എന്താണ്? ഇവിടെ 180 ആണ്. ഓക്കെ, ആൻഡ് യു ടുക്ക് എ ബൈ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് നിങ്ങളൊരു ബൈ എടുത്തു. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്ത്? പ്രൈസ് 180 വരെ എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്കൊരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. സോ 150 നിന്ന് 180 വരെ നിങ്ങൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്തു. 180 നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. സോ അവിടെ വന്ന് ആ ഒരു $30 അഥവാ $30 മൂവിന് നമുക്ക് എന്ത് പറയാം? $30 എന്ന് എഴുതാം കേട്ടോ. $30 മൂവ് ഇസ് ഈക്വൽ ടു വാട്ട്? യുവർ പ്രോഫിറ്റ്. ഇത് നമുക്കിപ്പോൾ ഒരു ഗോൾഡിൻ്റെ പറയാം. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 0.01 എത്ര അല്ലേ? അപ്പോൾ ഈ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഗോൾഡിൽ ഇഫ് യു പർച്ചേസ് 0.01 ലോട്ട്, then $1 in is equal to $1 profit. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എത്ര $30 മൂവ് എങ്ങനെ പറയാം? ഇവിടെ നമുക്ക് 0.1 $1 മൂവ് is equal to $1 profit. 1 സെക്കൻഡ് എഴുതി കാണിച്ചാണ് കേട്ടോ. $1 പ്രോഫിറ്റ് അല്ലേ? സോ അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് $30 മൂവ് ഉണ്ടായത്. അപ്പോൾ $30 നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇങ്ങനെയാണ് എന്ത് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷനിൽ നമ്മൾ ബൈ എടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. സോ ലോങ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ഷോർട്ട് സെൽ അഥവാ സെല്ലിംഗ് എന്ന് പറയാം. നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞുതരാം, വരച്ച് കാണിച്ചുതരാം. വെയിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ചാർട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് യു ഹാവ് എ വ്യൂ ദാറ്റ് പ്രൈസ് ഈസ് ഗോയിങ് ടു കം ഫ്രം ഹിയർ ടു ഹിയർ. അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങൾക്കുണ്ട്. ദിസ് ഈസ് വാട്ട് $1,000. ഇവിടെ ഒരു ലെറ്റ്സ് സേ $940. ഓക്കെ, ഡോളേഴ്സിൻ്റെ കേസസിലാട്ടോ പറയുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ $1,000 ആണ്, ഇവിടെ $940 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1000 നിന്ന് 940 എത്താൻ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? അവിടെ എത്ര വരുന്നത്? $60 അല്ലേ? അതൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? $60 ആണ്. ഓക്കെ, ലീവ് ഇറ്റ് ഫോർ ദ ടൈം ബീങ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൈസ് $1,000 നിന്ന് $940 എത്തും. ഓക്കെ, സപ്പോസ് യു ഫൈൻഡ് എ ചാൻസ് ദാറ്റ് ഓർ എ വാട്ട് സിറ്റുവേഷൻ ഇൻ ദ മാർക്കറ്റ് in which you are understanding that the market is going to come down. അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനാണ് ചാൻസ് എന്ന് നിങ്ങൾക്കൊരു തോട്ട് വന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബ്രോക്കർ തരുന്ന ഒരു അഡ്വാൻറ്റേജ് അഥവാ ഒരു ഓപ്ഷനാണ് എന്ത്?
സെല്ല് ചെയ്യാനുള്ളത്. യു ക്യാൻ സെൽ ബിഫോർ യു ബൈ. അവിടെ എല്ലാവർക്കും വരുന്ന ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു തോട്ടാണ്, ഇല്ലാത്ത സാധനം ഞാൻ എങ്ങനെയാണ് ഇവിടെ വിൽക്കാൻ പോകുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ ക്ലാരിറ്റി വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, യു ആർ ജസ്റ്റ് ബോറോയിങ് ആൻ അസെറ്റ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു അസെറ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തൊരു അസെറ്റ് നിങ്ങൾ ബോറോ ചെയ്യാണ്. ആരുടെ അടുത്ത് നിന്ന്? ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന്. ബോറോയിങ് ആൻ അസെറ്റ് ഇൻ വിച്ച് യു ആർ ബിലീവിങ് ദാറ്റ് ദ പെർട്ടിക്കുലർ കമ്മോഡിറ്റീസ് വാല്യൂ വിൽ ഡിക്രീസ്. അതായത് ഒരു ഗോൾഡ് എന്ന് പറഞ്ഞൊരു കൊമോഡിറ്റി നിങ്ങൾ ബോറോ ചെയ്യാണ്. ആരുടെ അടുത്ത് നിന്ന്? ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന്. ഇൻ ദ തോട്ട് ഓഫ് വാട്ട്, അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേഷൻ എന്താണ്? മാർക്കറ്റിൻ്റെ ആ ഒരു കമ്മോഡിറ്റിയുടെ ഗോൾഡിൻ്റെ വാല്യൂ കുറയും എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ബോറോ ചെയ്യാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യും? അത് ബോറോ ചെയ്തതിന് ശേഷം, ബോറോ ചെയ്ത പാടിന് $1000 എന്ന് പറഞ്ഞ പ്രൈസിൽ നിന്ന് നിങ്ങൾ അപ്പം തന്നെ അത് സെല്ല് ചെയ്യുന്നു. ഓക്കെ, ഇത് ലിറ്ററലി പറയുമ്പോൾ നിങ്ങൾ ബ്രോക്കറിനെ റിക്വസ്റ്റ് അയച്ച് നിങ്ങളത് അവരുടെ നിന്ന് കടം മേടിക്കുന്നല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് സെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. യു ആർ ജസ്റ്റ് ബോറോയിങ് ഇറ്റ് ഫ്രം ദം ആൻഡ് നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൈസ് നിങ്ങൾ സെല്ല് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യാണ്? 940 എന്ന് പറഞ്ഞൊരു, അതായത് $1000 നിങ്ങൾ സെല്ല് ചെയ്തു. 940 എന്ന് പറഞ്ഞ ഡോളർ എന്ന് പറഞ്ഞ പ്രൈസിലോട്ട് എത്തി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളവിടെ ബൈ ചെയ്യാണ്. അതായത് നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്തത്? നിങ്ങൾ സെല്ലാണ് ചെയ്തത്. സോ പിന്നെ നിങ്ങൾ 940 എത്തുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യുന്നു. അവിടെ ബ്രോക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, $1000 എ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് എ സെൽസ് ഫ്രം $1000, ബ്രോക്കർ വിൽ ഫൈൻഡ് എ ബയർ അറ്റ് ദ സെയിം പ്രൈസ്. ഓക്കെ, അതിൻ്റെ സെയിം തന്നെ എവിടെയും സംഭവിക്കും, ഇവിടെയും സംഭവിക്കും. ഇവിടെ നിങ്ങൾ $1000 നിന്ന് സെല്ല് ചെയ്യുന്നു, അവിടെ പിന്നെ നിങ്ങൾ 940 പോയിട്ട് എന്ത് ചെയ്യുന്നു? ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, അഥവാ ബൈ ചെയ്യുന്നു. സോ ഈ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വിറ്റ സാധനം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് മേടിക്കുകയാണ്. ആർക്ക് തിരിച്ചു കൊടുക്കാൻ? തിരിച്ച് ബ്രോക്കറിന് തന്നെ കൊടുക്കണ്ടേ? കാരണം നിങ്ങൾ ആരുടെ നിന്ന് ബോറോ ചെയ്താണ്? ബ്രോക്കറിൽ നിന്ന് കടമെടുത്തൊരു സാധനമായിരുന്നു. സോ ആ ഒരു ബോറോ ചെയ്തൊരു അസറ്റ് ആദ്യം നിങ്ങൾ സെല് ചെയ്തിട്ട് പിന്നെ വിൽക്കുന്നതിൻ്റെ ഇടയിലുണ്ടായൊരു മൂവ്മെൻ്റ് ഉണ്ട്, $60 എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 1 ഔൺസ് ഗോൾഡ് അല്ലെങ്കിൽ ഒരു മൈക്രോലോട്ട് ഗോൾഡിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, $1 മൂവ് ഈസ് ഈക്വൽ ടു $1 പ്രോഫിറ്റ് വെൻ യു ആർ ട്രേഡിംഗ് വിത്ത് എ ക്വാണ്ടിറ്റി ഓഫ് 0.01 ലോട്ട് ഇൻ ഗോൾഡ്. സോ നിങ്ങൾക്ക് ഇവിടെ $60 മൂവ് ഉണ്ടായിട്ടുണ്ട്. സോ $60 ആയിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. ഒന്നും കൂടെ ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് വരും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഈ പിന്നെ മേടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ബ്രോക്കറിൻ്റെ അടുത്തു നിന്നാണ് നിങ്ങൾ ആദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് കടം എടുത്തത്. സോ ആ കടം എടുത്ത സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം സെല്ല് ചെയ്യുമ്പോൾ ബ്രോക്കർ സെയിം പ്രൈസിലൊരു ബയ്യറേയും ഫൈൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പിന്നെ താഴത്ത് നിങ്ങൾ മേടിക്കുമ്പോൾ അത് വിൽക്കാനുള്ള അത് വിൽപ്പനക്കാരനെ ആര് ഫൈൻഡ് ചെയ്യുന്നുണ്ട്? ബ്രോക്കർ ആ ഒരു സെയിം പർട്ടിക്കുലർ പ്രൈസിൽ ബ്രോക്കർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് സെല്ലിംഗ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സമയം അതിക്രമിപ്പിക്കുന്നില്ല, ഒരു ചെറിയ ടോപ്പിക്കും കൂടെ പറഞ്ഞുതരാം. നമുക്കിനി ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ഇൻ ദി മാർക്കറ്റിലെ ട്രെൻഡ്സ് ഇൻ മാർക്കറ്റ്. ഓക്കെ, ഒന്നുകൂടെ വലുതാക്കി തരാം to make it more clear for you. Okay, types of trends in the market. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ ട്രെൻഡ് അല്ല കേട്ടോ. നമ്മുടെ മാർക്കറ്റിലെ അപ്പ് ട്രെൻഡും ഉണ്ട്, ഡൗൺ ട്രെൻഡും ഉണ്ടല്ലോ. അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് മുകളിലോട്ട് പോകാമെന്നാണ് അല്ലേ? സോ നമുക്ക് അപ്പ് ട്രെൻഡിനെ എന്ത് വിളിക്കുക? നമുക്ക് ബുള്ളിഷ് എന്ന് വിളിക്കാം. ബുൾസ് ആൻഡ് ബെയർസ് എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് മൂവീസ് കണ്ടവരൊക്കെ ചിലപ്പോൾ കേട്ടിട്ടോ അറിവോ ഒക്കെ ഉണ്ടാവാൻ മതി. സോ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളിഷാണ്. ഇനി നമുക്ക് അടുത്ത ട്രെൻഡാണ് എന്ത്? ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ബിയറിഷ് എന്ന് നമുക്ക് വിളിക്കാമല്ലേ? ഇത് രണ്ടും അല്ലാതെ വേറൊരു ട്രെൻഡും കൂടെ ഉണ്ട്, വിച്ച് ഈസ് നോട്ട് ട്രെൻഡ് ആക്ച്വലി, വിച്ച് കുഡ് ബി കോൾഡ് ആസ് ക്ലാസിഫിക്കേഷൻ ഇൻ ട്രെൻഡ്. ഓക്കെ, അത് ആക്ച്വലി ഒരു ട്രെൻഡല്ല, പക്ഷേ ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് അതും വരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത് നെയ്തർ അപ്പ് ട്രെൻഡും അല്ല നോർ ഡൗൺ ട്രെൻഡും അല്ല. അപ്പം അത് എങ്ങോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഹൈൻ്റെയും ലോൻ്റെയും ഉള്ളിലായിട്ട്. അതായത് ലെറ്റ്സ് സേ ഞാനൊരു എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ തന്നെ
സപ്പോസ് ഇതൊരു $100 എന്ന് പറഞ്ഞ പ്രൈസാണ് വിചാരിക്കുക. ഓക്കെ, ഇതൊരു $100 എന്ന് പറഞ്ഞ പ്രൈസാണെന്ന് വിചാരിക്കുക. ആൻഡ് ഇതെന്താണ്, ഇതൊരു $80 എന്ന് പറഞ്ഞ പ്രൈസാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ എന്താണ്, 80 വേണ്ട, ലെറ്റ്സ് സേ 95. ഓക്കെ, ദിസ് ഈസ് $100 and this is $95. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. മുകളിലോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല, ഇറ്റ്സ് ജസ്റ്റ് മൂവിങ് സൈഡ് വേസ്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, സൈഡ് വേസ് എന്ന് വിളിക്കാം, നമുക്ക് റേഞ്ച് എന്ന് വിളിക്കാം, ഓർ നമുക്ക് ഇതിനെ കൺസോളിഡേഷൻ എന്ന് വിളിക്കാം. ദ മോസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ കോമൺ നെയിം ഈസ് കൺസോളിഡേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡിങ് പഠിച്ചു, ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ പഠിച്ചു, പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡ്സ് പഠിച്ചു, ഓൺ ദി ബേസിസ് ഓഫ് വാട്ട്, ഡയറക്ഷൻ പഠിച്ചു, പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ്സും പഠിച്ചു. സോ ദാറ്റ്സ് അനദർ 15 to 60 minutes ഫോർ ദ ഡേ. സോ താങ്ക് യു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എനിവേ, ഹാവ് എ ഗുഡ് ഡേ.